ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ 103 സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ എഴുതപ്പെട്ട അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ഭക്തനെ, ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുന്നവരും അതിന് ദൈവത്തോട് നന്ദി കരേറ്റുന്നവരുമായി മാറുക. 2025 ആരംഭ ദിനം മുതൽ ഇന്ന് ഞാനും നിങ്ങളെയും അവസാന ദിനത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മെ കരം പിടിച്ച് നടത്തിയ, കരുതലോടെ സൂക്ഷിച്ച, കണ്ണുനീര് തുടച്ച് ആശ്വസിപ്പിച്ച, കരം പിടിച്ച് വഴി നടത്തിയ, ദുർഘടമേടുകൾ താണ്ടിക്കടക്കുവാൻ ബലം നൽകിയ, രോഗക്കിടക്കകളെ മാറ്റി ബലത്തോടെ നടത്തിയ, വർണ്ണിക്കുവാൻ നമ്മുടെ നാവുകൾക്ക് ശക്തി പോരാ. കരുതിയ വിധങ്ങളെ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. നമ്മുടെ സഹപ്രായക്കാര്, നാം കണ്ടിട്ടുള്ള പ്രിയപ്പെട്ടവര് പലരും ഈ അവസാന ദിനത്തിലേക്ക് എത്താൻ കഴിയാതെ ലോകത്ത് നിന്ന് നമ്മുടെ മുമ്പിൽ തന്നെ മാറ്റപ്പെട്ടപ്പോൾ നമ്മെ ഒരു ദിനം കൂടെ കർത്താവ് നൽകി, ഒരു ദിനം കൂടെ കർത്താവ് സൂക്ഷിച്ചു. ഒരു വർഷക്കാലം കൂടി ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ നടത്തിയ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. പല മാതാപിതാക്കൾക്കും തലമുറകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മെ സുരക്ഷിതമായി സൂക്ഷിച്ച് ഈ അവസാന ദിനത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഇടയാക്കിയത് ഓർത്ത് കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദി പറയാം. തിരിഞ്ഞു നോക്കുക, ജീവിതത്തിൽ വന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട്, വന്നുപോയ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി, ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നവരായി മാറുമെങ്കിൽ നിശ്ചയമായി ഈ വർഷത്തിൻ്റെ അവസാനത്തിലെത്തിച്ച കർത്താവ് പുതിയൊരു വർഷം കൂടെ നമുക്ക് ദാനമായി നൽകി. ആരോഗ്യത്തോടെ, ബലത്തോടെ, ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമ്മെ സൂക്ഷിച്ച് നടത്തേണ്ടതിനായി, പരിപാലിക്കേണ്ടതിനായി, ജീവനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ള നൽകി തരേണ്ടതിനായി നന്ദിയുള്ളവരായി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കാം. ജീവിതത്തിൽ ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നുപോയ പോരായ്മകളുണ്ട്, തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. അവയെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുക. കർത്താവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കേണ്ടതിന് അവൻ്റെ ബലമുള്ള പാദാന്തിക നമുക്ക് താണിരിക്കാം. ദൈവ തിരുമുഖം അന്വേഷിച്ചുകൊണ്ട് ഒരു പുതിയ വർഷം ആരംഭിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ച് ദൈവിക കൃപയിലും ദൈവിക സംരക്ഷണത്തിലും കരുതലിലും പരിപാലിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ ബലമുള്ള കാര്യങ്ങൾ നമുക്ക് താണിരിക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു, നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.